എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആപ്പിൾ ഐഡിയുടെ പാസ്വേഡ് മറന്നുപോയാൽ പഴയ പാസ്വേഡിന് പകരം പുതിയൊരു പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആപ്പിൾ ഐഡിയുടെ മറന്നുപോയ പാസ്വേഡിന് പകരം പുതിയൊരു പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫോണിലെ സഫാരി ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ചിൽ iforgot.apple.com എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഫോർഗോട്ട് പാസ്വേഡ് എന്ന ഈ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ താഴെ റീസെറ്റ് പാസ്വേഡ് എന്ന് കാണുവാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ റീസെറ്റ് യുവർ പാസ്വേഡ് എന്ന ഈ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നമ്മുടെ ആപ്പിൾ ഐഡിയുടെ യൂസർ നെയിമോ ഫോൺ നമ്പറോ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ കൺഫേം യുവർ ഫോൺ നമ്പർ എന്ന ഈ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങളുടെ ആപ്പിൾ ഐഡിയിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ആപ്പിൾ ഐഡിയിൽ മുൻപ് കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിന്റെ അവസാനത്തെ 2 ഡിജിറ്റ് കോളത്തിന്റെ മുകളിൽ കാണിച്ചിട്ടുണ്ടാകും. ആ ഫോൺ നമ്പർ തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ റീസെറ്റ് പാസ്വേഡ് എന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതിൽ അലോ എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റർ ഐഫോൺ പാസ്വേഡ് എന്ന ഈ ഒരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റർ ന്യൂ പാസ്വേഡ് എന്ന ഈ ഒരു പേജ് ഓപ്പൺ ആകും. ഇനി ഇവിടെ നിങ്ങൾ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡിൽ മിനിമം 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതിൽ തന്നെ ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും സിംബലുകളും നമ്പറുകളും ഉൾപ്പെടുത്തിയിരിക്കണം. ഇവയെല്ലാം ഉൾപ്പെടുത്തിയ ഒരു സ്ട്രോങ് പാസ്വേഡ് തന്നെ കൊടുക്കുക. പുതിയ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ യുവർ പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് എന്ന് കാണിക്കും. അപ്പോൾ ഇത്രമാത്രം ചെയ്താൽ മതി ആപ്പിൾ ഐഡിയുടെ മറന്നുപോയ പാസ്വേഡിന് പകരം പുതിയൊരു പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.